ഹായ് ഹലോ നമസ്കാരം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തത് +2 കഴിഞ്ഞ കുട്ടികൾക്കുള്ള എബ്രോഡ് സ്റ്റഡീസിനെ കുറിച്ചാണ്. അപ്പോൾ ഇനി ഗ്രാജുവേഷൻ കഴിഞ്ഞിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്താണ് സാറിൻ്റെ കയ്യിൽ നമുക്കൊന്ന് കേട്ടാലോ അല്ലേ? നോക്കാം. നമസ്കാരം. +2 കഴിഞ്ഞ കുട്ടികളെക്കാളും കൂടുതലായിട്ട് ഗ്രാജുവേഷൻ കഴിഞ്ഞ കുട്ടികളാണ് ഈ US, UK, യൂറോപ്യൻ കൺട്രീസ് ഒക്കെ സെലക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി. അപ്പൊ അവർക്കാണ് ഏറ്റവും നല്ല ഡിഷ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ ഞങ്ങളുടെ കയ്യിലൊരു മെനു തന്നെ ഉണ്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടി. അങ്ങനെ പറയാം. ഇപ്പോ US പോകാൻ താല്പര്യമുള്ളവർക്ക് US പോകാം. പിന്നെ ഞങ്ങൾ ഈ ഒരു സിഗ്നേച്ചർ പ്രോഗ്രാം എന്ന് പറഞ്ഞതില് 3 രാജ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് രാജ്യങ്ങളിലേക്ക് എന്ത് കോഴ്സ് അതിലേക്ക് നമുക്ക് വരാം. PG കോഴ്സുകളാണ്, എല്ലാം PG കോഴ്സുകളാണ്. അപ്പോൾ ഓരോ സ്ട്രീമില് ഓരോ രാജ്യങ്ങൾ എന്നുള്ള രൂപത്തിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിൽ US ഉണ്ട്, പിന്നെ അയർലൻഡ് ഉണ്ട്, പിന്നെ ഉള്ളത് ജർമ്മനിയാണ്. ഈ 3 രാജ്യങ്ങളാണ് PG പഠിക്കാൻ വേണ്ടിയുള്ളത്. എന്തായാലും ഒരു G എന്നുള്ള അക്ഷരത്തെ വിട്ട് കളിക്കില്ല എന്തൊക്കെയാണ്, ഏതൊക്കെ രാജ്യം? 3 രാജ്യങ്ങളിലേക്കാണെന്ന് പറഞ്ഞല്ലോ. അതെ, ഈ സിഗ്നേച്ചർ എല്ലാ രാജ്യങ്ങളിലേക്കും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊരു സിഗ്നേച്ചർ പ്രോഗ്രാം ആണ്. ഇത് 3 രാജ്യങ്ങളിലേക്കാണ് ചെയ്യുന്നത്. ഒരു പ്രത്യേക പ്രൊസീജിയറിൽ ചെയ്യാണ്. നമ്മളൊരു സ്റ്റുഡന്റ്, ഗ്രാജുവേഷൻ കഴിഞ്ഞ സ്റ്റുഡന്റ് ഞങ്ങളുടെ ഒരു എലോറിയിൽ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവര് നമ്മുടെ ഒരു സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ അടുത്ത് വരുന്നു. എന്നിട്ട് അരമണിക്കൂർ കൊണ്ട് ആ കുട്ടിയിൽ നിന്ന് ആ കുട്ടി പഠിച്ച കോഴ്സും അതേപോലെ ആ കുട്ടിയുടെ അഭിരുചി എന്താണെന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഈ 3 ഏതിലേക്ക് ആ കുട്ടിയെ നയിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിൽ ഞങ്ങളുടെ കൗൺസിലർ എത്തും. അപ്പോൾ ഒരു കുട്ടി നിങ്ങളുടെ സ്ഥാപനത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഏത് PG കോഴ്സിലേക്ക്, ഏത് രാജ്യത്തേക്കാണ് ഉള്ളത് അവിടുത്തെ കൗൺസിലർ തീരുമാനിക്കും. അങ്ങനെയാണോ? അതെ അതെ, ഞങ്ങൾ ഈ 3 ഓപ്ഷൻസ് ആദ്യം പറഞ്ഞു കൊടുക്കും. ഇങ്ങനെയുണ്ട്. എന്നിട്ട് ആ സിഗ്നേച്ചർ പ്രോഗ്രാം ആണ് അവർക്ക് താല്പര്യമെങ്കിൽ ആ കുട്ടിയുടെ അഭിരുചി നോക്കിയിട്ട് ഇതിൽ ഏത് വേണമെന്ന് ഞങ്ങളുടെ കൗൺസിലർ തീരുമാനിക്കും. അതെ, സാധാരണ ഒരു PG കോഴ്സ് US പഠിക്കാന്ന് പറയുമ്പം അത് നമ്മളെല്ലാവരും ധരിച്ചിരിക്കുന്നത് ഭയങ്കര വലിയ കോഴ്സ് ഫീ ആയിരിക്കും. അങ്ങനെയൊക്കെയാണ് സാധാരണ അതൊരു മിത്താണ് ശരിക്കും. എങ്ങനെയാണത്? അഫോർഡബിൾ ആണോ? നമ്മുടെ US വളരെ വലിയ ഫീ വാങ്ങിക്കുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അല്ലാതെ തന്നെ നല്ല റാങ്കിങ്ങിലുള്ള അതേപോലെ നല്ല ക്വാളിറ്റിയുള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇപ്പോ $10,000, $12,000 ഇയർലി ഫീ വാങ്ങിക്കുന്നതുണ്ട്. ഇപ്പൊ PG ആകുമ്പോൾ 2 വർഷത്തെ കാര്യമല്ലേ ഉള്ളൂ. ഇപ്പൊ $10,000 എന്ന് പറയുമ്പോൾ 8.5 ലക്ഷം രൂപയാവുന്നുള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നത് ശരിക്കും നമുക്ക് US ഈ യൂണിവേഴ്സിറ്റികളെ കുറിച്ചൊന്നും വലിയൊരു ധാരണ ഇല്ലായിട്ടായിരിക്കും അല്ലേ? അല്ല, സാധാരണ നമ്മളിവിടെ പറയാ ഭയങ്കര കോസ്റ്റ്ലി ആണ് US പഠനം എന്നൊക്കെ ഉള്ളതാണ്. അതാണ്, അങ്ങനെയുള്ള ഒരുപാട് മിത്തുകളുണ്ട്. ഇപ്പം ഭയങ്കര കോസ്റ്റ്ലി ആണ്, അല്ലെങ്കിൽ വിസ കിട്ടാൻ ഭയങ്കര പാടാണ്, ആർക്കും വിസ കിട്ടില്ല, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ആളുകൾ പറയുമ്പോൾ നമ്മൾ ആ ഭാഗത്തേക്ക് നോക്കുന്നില്ല. അതുകൊണ്ടാണ് അപ്പം ഞാനതുകൊണ്ടാണ് ഈ കുറഞ്ഞ വർഷങ്ങളിൽ റിസർച്ച് നടത്തി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ്സ് ഒക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു സിഗ്നേച്ചർ പ്രോഗ്രാം കഴിവുള്ള ആളുകൾക്ക്, ഇപ്പം US പോകുമ്പോൾ ഹ്യൂമാനിറ്റീസ് പഠിച്ചിട്ട് US പോയിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഫിനാൻസിന് അത്ര വലിയ സ്കോപ്പ് ഇന്ത്യൻ സ്റ്റുഡൻസിന് അവിടെ ഇല്ല. അപ്പോൾ അതിൽ STEM കോഴ്സുകൾ ചെയ്യുന്ന കുട്ടികൾക്ക് ഏറ്റവും സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യമാണ് US. 5 വർഷത്തെ വിസയാണല്ലോ അവർക്ക് കിട്ടുന്നത്. ഇപ്പൊ 2 വർഷത്തെ PG കഴിഞ്ഞാൽ പിന്നെ 3 വർഷം അവർക്ക് ജോലി ചെയ്തിട്ട്, അതും ആദ്യമൊക്കെ ഇതിലേക്ക് വരുന്ന സമയത്ത് സ്റ്റൈപ്പൻ എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ വിചാരിക്കും സ്റ്റൈപ്പൻ എന്തെങ്കിലും നക്കപ്പിച്ച പൈസ കിട്ടും എന്നുള്ള രൂപത്തിലാണ് നമ്മളതിനെ കാണുക. പക്ഷെ പിന്നെ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ 4-5 ലക്ഷം രൂപ മാസ വരുമാനം കിട്ടുന്നതാണ് ഈ സ്റ്റൈപ്പൻ എന്ന് പറയുമ്പോൾ. അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ കുട്ടികളെ പരിചയപ്പെടുത്തുക, അതിലേക്ക് ആളുകൾ എക്സ്പ്ലോർ ചെയ്യുക, അതിനുള്ള ഒരു കാര്യമാണ്. അതിനുവേണ്ടിയാണ് ഈ സിഗ്നേച്ചർ കോഴ്സ് തുടങ്ങിയിരിക്കുന്നത്. US ആ PG കോഴ്സുകൾ തന്നെയാണ് മറ്റു 2 രാജ്യങ്ങളിലേക്ക് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്? അല്ല, ഇപ്പൊ ഈ കുട്ടിയെ അസസ് ചെയ്യുന്നു പറഞ്ഞല്ലോ. അരമണിക്കൂർ കൊണ്ട് ആ കുട്ടിയെ നമ്മുടെ അക്കാഡമിക് കൗൺസിലർ അസസ് ചെയ്യുന്നു. അതിനുശേഷം ഈ STEM കോഴ്സ് ആണ് കുട്ടി പഠിച്ചത് എങ്കിൽ, ഇപ്പൊ US ഒക്കെ പ്രത്യേകത UK പോലെയല്ല. UK നമ്മൾ എന്തെങ്കിലും വേറെ കോഴ്സുകളൊക്കെ പഠിച്ചാലും അവിടെ യൂണിവേഴ്സിറ്റി അക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പൊ ജോർജിയ പോലുള്ള കൺട്രി ആണെങ്കിൽ നിങ്ങൾ ഏത് കോഴ്സ് മുമ്പ് പഠിച്ചു എന്നുള്ള വിഷയമല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് അവിടെ ആ ഇന്റർവ്യൂവിൽ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റും. പക്ഷെ US അങ്ങനെയല്ല. ഒരു നേരിയ ഡിഫറൻസ് നിങ്ങൾ PGക്ക് അപ്ലൈ ചെയ്ത കോഴ്സും നിങ്ങൾ പഠിച്ചതും തമ്മിലുണ്ടെങ്കിൽ അവരെ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പൊ അത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുമാത്രമല്ല, ഇന്റർവ്യൂയുടെ കാര്യം വളരെ സ്ട്രിക്റ്റ് ആണ്. ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഞാൻ നോക്കിയപ്പോൾ $7,000 മാത്രമേ ഫീ ഉള്ളൂ. അപ്പൊ ഇത്രയും ഒരു 6 ലക്ഷം രൂപ മാത്രമേ ഒരു വർഷം ഫീ ഉള്ളൂ. US യൂണിവേഴ്സിറ്റിയാണ്. ആ പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഫീൽ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാം, പാർട്ട് ടൈം ജോബ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള കോഴ്സസ് ഒക്കെ ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സ്റ്റുഡൻസുമായിട്ട് സംസാരിക്കുമ്പോൾ അത് ഇന്റർവ്യൂ ഭയങ്കര ടഫായിട്ടാണ് വരുന്നത്.
അപ്പം പിന്നെ വേറൊരു കാര്യമുള്ളത് US ഇന്റർവ്യൂ നിങ്ങൾ ഫെയിൽ ആയാലും ഉടനെ തന്നെ വീണ്ടും നിങ്ങൾക്ക് ചാൻസ് കിട്ടും. UK പോലെ 6 മാസം കാത്തു നിന്നിട്ട് അടുത്ത ഇന്റർവ്യൂവിന് അപ്പിയർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. US നിങ്ങളൊരു പിന്നെ ഇന്റർവ്യൂ ഫെയിൽ ആവുകയാണെങ്കിൽ അടുത്ത ഇന്റർവ്യൂയിലേക്ക് നിങ്ങൾക്ക് പോകാം. ആ രൂപത്തിലാണ് US കാര്യം പറയുന്നത്. സെക്കൻഡ് അത് പറഞ്ഞത് അയർലൻഡാണ്. അതിലേക്കുള്ളത് എങ്ങനെയാണ്? അയർലൻഡിൽ നമ്മൾ റിസർച്ച് ചെയ്തെടുത്തോളം ഈ IT അതേപോലെ ഹെൽത്ത് കെയർ, ഫാർമസ്യൂട്ടിക്കൽസ്, ഇതിലൊക്കെ ഏറ്റവും നല്ല ക്വാളിറ്റി കോച്ചിങ് കൊടുക്കുന്ന യൂണിവേഴ്സിറ്റീസ് അയർലൻഡിലുണ്ട്. അത് ക്വാളിറ്റി കോച്ചിങ് മാത്രമല്ല, അത് കഴിഞ്ഞ ഉടനെ നമുക്ക് ജോലി എഷ്യൂർ ചെയ്യാൻ പറ്റും. ഷുവറായിട്ട് അയർലൻഡിൽ തന്നെ പോസ്റ്റ് കിട്ടുന്ന രൂപത്തിൽ. ഇപ്പോൾ 1.5 വർഷം അവിടെ വിസ കിട്ടുന്നുണ്ടല്ലോ, പോസ്റ്റ് സ്റ്റഡി എക്സ്റ്റൻഷൻ 1.5 വർഷം കിട്ടുന്നുണ്ട്. ആ 1.5 വർഷത്തിനുള്ളിൽ ഉറപ്പായും ജോലി കിട്ടും. അപ്പൊ ഈ സെക്ടറുകളാണെങ്കിൽ ഇപ്പൊ നമ്മള് ആര് ഡയറക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അവര് എങ്ങനെ ആ കുട്ടിയെ പിന്നെ പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇതുമായിട്ട് ബന്ധമില്ലാത്ത വേറെ ഏതെങ്കിലും കോഴ്സ് പഠിച്ചിട്ട് അയർലൻഡിൽ പോയിട്ട് കാര്യമില്ല. അപ്പൊ ഏത് കോഴ്സ് പഠിക്കണം, ആ കുട്ടി പഠിച്ചത് എന്താണ്, ഇതൊക്കെ നോക്കിയിട്ട് വേണം ഈ തീരുമാനങ്ങൾ എടുക്കാൻ. അത് ഞാൻ പറയാൻ കാരണം ഈ പോഡ്കാസ്റ്റ് കേട്ട് പിന്നെ അയർലൻഡിൽ ഏത് പഠിച്ചാലും ജോലി കിട്ടും എന്നൊക്കെ കരുതി ചാടി പുറപ്പെടേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. മൂന്നാമത്തത് എന്താണ്? മൂന്നാമത്തത് ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റി. നമുക്കെല്ലാം അറിയുന്ന പോലെ ജർമ്മനിയിൽ പിന്നെ ഫ്രീ ആണ് കോച്ചിങ്. പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ ഫ്രീ ആണ്. അതിൽ ഇംഗ്ലീഷ് ടോട്ടും ഉണ്ട്, അതേപോലെ ജർമ്മൻ ടോട്ടും ഉണ്ട്. ഇംഗ്ലീഷ് ടോട്ടിൽ നമുക്ക് എത്തണമെങ്കിൽ നല്ല അക്കാഡമിക് ക്വാളിഫിക്കേഷൻ, നല്ല ഹയർ റാങ്കിങ് മാർക്കൊക്കെ ആവശ്യമുണ്ട്. അപ്പൊ അത് കിട്ടാനുള്ള ചാൻസ് തുച്ഛമാണ്. പക്ഷെ കിട്ടില്ല എന്ന് പറയുന്നില്ല, ട്രൈ ചെയ്യാം. പിന്നെ ജർമ്മൻ ടോട്ടാണെങ്കിൽ B2 ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. അപ്പൊ ലാംഗ്വേജിന്റെ സർട്ടിഫിക്കറ്റോട് കൂടി മാത്രമേ ജർമ്മനിയിൽ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഈ ഒരു കോഴ്സ് ഇതിന്റെ ആളെന്നുള്ള മാറ്റി നിർത്തിയിട്ട് ഏത് 3 എണ്ണത്തിലും ഏത് PG ആണ് സാർ എടുക്കുക? ഓഫ് കോഴ്സ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഒരു US പോകാൻ സാധിക്കുന്നെങ്കിൽ അത് നല്ലൊരു എക്സ്പോഷർ ആണല്ലോ. ഇപ്പൊ നമ്മൾ US അവിടുത്തെ പൗരത്വം വാങ്ങിച്ചിട്ട് അവിടെ തന്നെ താമസിക്കണം എന്നല്ല, അവർ തിരിച്ചു വരണം. പക്ഷെ അവിടെ പോകുമ്പോൾ അത്രയും നല്ലൊരു കോച്ചിങ്ങും അതേപോലെ അത്രയും നല്ലൊരു അറ്റ്മോസ്ഫിയറും ആ കുട്ടിക്ക് അങ്ങനെ ഒരു എക്സ്പോഷറിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതിനാണ് ഞാൻ ആദ്യത്തെ പ്രിഫറൻസ് കൊടുക്കുന്നത്. അതെ. അപ്പൊ എന്തായിരുന്നു ഇതിന്റെ പർപ്പസ്, ഇങ്ങനെ ഒരു PG കോഴ്സ് ഡിസൈൻ ചെയ്യാനുള്ളത്? അങ്ങനെ പറയുമ്പോൾ പിന്നെ +2കാരെക്കാളും ഏറ്റവും കൂടുതലായിട്ട് വിദേശത്ത് പോകാനും അല്ലെങ്കിൽ കൂടുതൽ എക്സ്പോഷർ കിട്ടാനൊക്കെ ആഗ്രഹിക്കുന്നത് ഈ BTech-കാരും അതല്ല BCom-കാരും BSc-കാരൊക്കെ ആണല്ലോ. അപ്പൊ അവർക്ക് വേണ്ടി ഒരു നല്ലൊരു കോഴ്സ് കൊടുക്കുന്നതിന് അതിന്റെ പുറമെ അതിന്റെ ഏറ്റവും വലിയ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇവരൊരു എയിംലെസ് ആയിട്ടാണുള്ളത്. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് അങ്ങോട്ട് പോകാം ഇങ്ങോട്ട് പോകാം ആ രൂപത്തിലൊരു തീരുമാനം എടുക്കുന്നതായിട്ട് ഒരുപാട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇപ്പം എൻ്റെ ബന്ധുക്കളിൽ തന്നെ അല്ലെങ്കിൽ നമുക്ക് റിലേറ്റീവ്സിൻ്റെ മക്കളോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ മക്കളോ അങ്ങനെയൊക്കെ പോയിട്ട് അവസാനം ഒരു ജോലി കിട്ടാതെയോ അങ്ങനെയൊക്കെ പ്രശ്നത്തിലായത് ഒരുപാട് ഉദാഹരണങ്ങൾ എൻ്റെ മുമ്പിൽ വന്നു. അപ്പോൾ എനിക്ക് കരുതി ഇതിന് നല്ലൊരു ഗൈഡൻസ് കൊടുക്കണം. അപ്പോൾ ഒരു ഡിഗ്രി കഴിഞ്ഞൊരു ഒരാള് ആ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്ഫുൾ ആയിട്ട് പിന്നെ 2 കൊല്ലം ഉപയോഗപ്പെടുത്താൻ പറ്റുക എങ്ങനെയാണ്, PG പഠിക്കാൻ പറ്റുക എങ്ങനെയാണ്, അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പ്ലേസ്മെന്റ് കിട്ടുന്ന എന്തെങ്കിലും ഒരു പരിപാടി വേണം എന്നുള്ളത് എൻ്റെ മനസ്സിൽ കുറേ ആയിട്ടുള്ള ഒരു ആശയമാണ്. അപ്പൊ അതിനു വേണ്ടിയുള്ള റിസർച്ച് ചെയ്തു, അങ്ങനെ ഒരുപാട് ആളുകളായിട്ട് സംസാരിച്ചു, കുറേ രാജ്യങ്ങൾ സന്ദർശിച്ചു, അങ്ങനെയൊക്കെ അവസാനം എടുത്ത ഒരു തീരുമാനമാണ് ഈ ഒരു PG കോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ സാറ് ഒരു കൺട്രി എന്ന് പറയുന്നത് US ആണ്. അതിന്റെ ഒരു വിസ പ്രൊസീജിയർ നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്നതാണ്, അത് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണെന്നൊക്കെ. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ട്രംപിന്റെ ഒരു തീരുമാനം അങ്ങനെ ഏറിയും കുറഞ്ഞു ഇരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് അതിന്റെ ഒരു വിസ പ്രൊസീജിയർ? ഇപ്പോഴത്തെ ഒരു സാഹചര്യം നല്ല സാഹചര്യമാണെന്ന് പറയാം. അപ്പോൾ ഇപ്പോൾ ഒരു എയിം ചെയ്യുന്ന സമയത്ത് പിന്നെ അടുത്ത ഇൻടേക്ക് ആയിട്ട് വരുന്ന പിന്നെ ജാനുവരിയിലേക്കുള്ള ഒരു എയിമാണ് സ്റ്റുഡൻസിന് വേണ്ടത്. അപ്പോൾ അതിലിപ്പോൾ തന്നെ അവർ അപ്ലൈ ചെയ്യണം. അപ്പോൾ വിസ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് എന്തായാലും DS-160 ഫോം ഫില്ല് ചെയ്യണം. അപ്പോൾ ഫോം ഫില്ലിങ് ഒരു 10 മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന കാര്യമല്ല, അത് 1 ദിവസം അല്ല 2 ദിവസമൊക്കെ ഫുള്ളായിട്ട് എടുത്തേക്കാം. അത് വളരെ കെയർഫുള്ളായിട്ട് ചെയ്യണം. അതിൽ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് നമുക്ക് പിന്നെ തിരുത്താനൊന്നും പറ്റില്ല. അതിലെന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ട് പിന്നെ അത് അടുത്ത ഒരിക്കൽ വിസ റിജക്ട് ചെയ്തു, അടുത്ത ഇതിൽ ഞാൻ മാറ്റിക്കൊടുക്കാം, അങ്ങനെയൊന്നും സാധ്യമല്ല. നമ്മൾ ഒരിക്കൽ കൊടുത്താൽ അത് കൊടുത്തു തന്നെയാണ്. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ അത് കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ ഇതിന് പേയ്മെന്റ് ഉണ്ട്, $185 നമ്മൾ കൊടുക്കണം. അപ്പോൾ അതിനുശേഷം പിന്നെ വിസ സപ്പോർട്ട് സിസ്റ്റം US-ന്റെ സർവീസ്, അതിലേക്ക് നമ്മൾ $350 പേയ്മെന്റ് കൊടുക്കണം.
ഇത് രണ്ടും കഴിഞ്ഞാൽ ബയോമെട്രിക് ആണ്, ഇന്റർവ്യൂ ആണ്. അപ്പോൾ അവിടെ ഇന്റർവ്യൂവിന് പോയി ഒരുപാട് സ്ഥലങ്ങളുണ്ട്, നമുക്ക് വിസ സെന്റർ ഒക്കെ നമുക്ക് അറിയാം. അതിൽ പ്രത്യേകത എന്താ വെച്ചാൽ ചില വിസ സെന്ററിൽ പിന്നെ 10 പേരിൽ 2 പേർക്ക് മാത്രം കിട്ടുന്ന വിസ സെന്റർ ഉണ്ട്, 10 പേര് പോയാൽ 8 പേർക്ക് കിട്ടുന്ന വിസ സെന്റർ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി കണ്ണിങ് ആയിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് പാസ്റ്റ് എക്സ്പീരിയൻസ് ഒക്കെ നോക്കിയിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം അതിൽ കിടക്കുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ ഈ സിഗ്നേച്ചർ കോഴ്സിന്റെ പ്രാധാന്യം. അപ്പോൾ ആ ഗൈഡൻസ് അവർക്ക് കിട്ടണം, സ്റ്റുഡൻസിന് കിട്ടണം. അങ്ങനെ വിസ സെന്ററിൽ പോയി ഇന്റർവ്യൂ കഴിഞ്ഞു. ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് നമ്മുടെ പാസ്പോർട്ട് നമുക്ക് തിരിച്ചു തന്നാൽ അടുത്ത ആപ്ലിക്കേഷൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തോളാം. റിജക്ട് ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം. അല്ല, പാസ്പോർട്ട് തിരിച്ചു തരുന്നില്ല എങ്കിൽ നമ്മൾ സെലക്റ്റഡ് ആണ്, നമുക്ക് വിസ ഏബിൾ ആണ് എന്നുള്ള കാര്യം നമുക്ക് ഇവിടെ തീർച്ചപ്പെടുത്താൻ പറ്റും. നമുക്ക് സ്പൗസിനെ കൊണ്ടുപോകാൻ പറ്റുമോ? ഓ പിന്നെ 90% അല്ല 95% മേലെ യൂണിവേഴ്സിറ്റീസ് അതിനോട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ പിന്നെ സ്പൗസിനെ, അതേപോലെ ചെറിയ കുട്ടികളെ 18 ഇയറിൽ താഴെയുള്ള കുട്ടികളൊക്കെ കൊണ്ടുപോകാൻ നമുക്ക് പറ്റും. ഓക്കെ, അപ്പോൾ ഇനി പ്ലേസ്മെന്റിന്റെ കാര്യം എന്തൊക്കെയാണ്? പ്ലേസ്മെന്റ് ഏകദേശം നമുക്ക് ഷുവർ ആണെന്നുണ്ട് പറയാം. കാരണം 90-95% നമുക്ക് പാസ്റ്റ് എക്സ്പീരിയൻസ് നോക്കുമ്പോൾ പ്ലേസ്മെന്റ് കിട്ടാത്തവരായിട്ട് എൻ്റെ അറിവിൽ ആരുമില്ല. 2 വർഷം പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ പ്ലേസ്മെന്റ് കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. അതിൽ സ്റ്റെം എന്നുള്ള വാക്ക് ഓർമ്മിക്കണം. ഈ കോഴ്സ് ആണെങ്കിലും മാത്രമേ നമുക്ക് അങ്ങനെ അഷ്യൂർ ചെയ്യാൻ പറ്റൂ. വേറെ കോഴ്സ് ആണെങ്കിലും പ്ലേസ്മെന്റ് കിട്ടാം, പക്ഷെ ഉറപ്പ് പറയാൻ പറ്റുന്നത് സ്റ്റെം കോഴ്സിന് മാത്രമാണ്. ഓക്കെ, എന്തായാലും ഇങ്ങനെ ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരുപാട് പേർക്ക് ഈ ഒരു കോഴ്സ് വളരെ നല്ല തന്നെയാണെന്നാണ് തോന്നുന്നത്. കാരണം അല്ലേ, 3 രാജ്യങ്ങളിലേക്കും അത് ഏത് വേണമെങ്കിലും അവർക്ക് സെലക്ട് ചെയ്യാം. അതിന് നല്ലൊരു പാക്കേജ് തന്നെയാണ് ഈ ഒരു PG കോഴ്സും. എന്നാലും എൻ്റെ ഒരു സംശയം, ഏത് ബിരുദം എടുത്ത കുട്ടികൾക്കും ഇങ്ങനത്തെ ഈ PG കോഴ്സിന് ചേരാൻ പറ്റുമോ? ഓൾമോസ്റ്റ് എല്ലാ ബിരുദത്തിനുള്ളതും ഉണ്ട്. അത് അക്കാഡമിക് കൗൺസിലറിന്റെ അടുത്ത് എത്തി അത് കേട്ട ശേഷമാണ് നമുക്ക് പറയാൻ പറ്റും ഏതാണെന്ന്. പക്ഷെ ജനറൽ ആയിട്ട് ഞാനൊരു ഐഡിയ തരാം. ഇപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ഇതിലുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഡിഗ്രിയാണ് ചെയ്തതെങ്കിൽ US-ലേക്ക് ട്രൈ ചെയ്യാം. കാരണം US-ൽ ജോലി സാധ്യത കൂടുതലാണ്, അതേപോലെ യൂണിവേഴ്സിറ്റികളും കൂടുതലാണ്, ഇതൊക്കെ പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റികളും കൂടുതലാണ്. ഒന്നാമത്തത്. ഇനി IT, ഫാർമസ്യൂട്ടിക്കൽസ്, അതേപോലെ ഹെൽത്ത് കെയർ, ഇതിൽ ഏതെങ്കിലും ആണ് പഠിച്ചതെങ്കിൽ അവർക്ക് നല്ലത് അയർലൻഡാണ്. അത് ഈ അടുത്തായിട്ട് നമുക്ക് വളരെ എല്ലാ ജേണലും നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അയർലൻഡ് ഏത് രൂപത്തിലേക്കാണ് പോകുന്നത് എന്നത്. മൂന്നാമത്തത് വരുന്നത് ഫിനാൻസ്, അല്ലെങ്കിൽ ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ അവിടെ എല്ലാ ഡിഗ്രീസും ഉണ്ട്. അപ്പൊ ഈ 2 ഒഴിച്ച് ബാക്കി ഏത് ഡിഗ്രി വന്നു കഴിഞ്ഞാലും നമുക്ക് ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാം, അപ്ലൈ ചെയ്യാം. അല്ലാതെ പിന്നെ ഫീസ് കൊടുക്കാതെ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക്, അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്കും ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ് നല്ലത്. ഇതെല്ലാം കേട്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക സന്തോഷം. നല്ലൊരു അടിപൊളി കോഴ്സ് തന്നെയാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ചും US-ന്റെ കാര്യത്തിൽ ഞാൻ വിചാരിച്ചത് നമുക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത ഒരു ഏരിയയാണ് അവിടെ നിന്നാണ്. പക്ഷെ അങ്ങനെയൊന്നും അല്ല എന്നുള്ളപ്പോൾ സാറ് പറഞ്ഞു തന്നു. അപ്പോൾ UG കഴിഞ്ഞ് PGക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു കോഴ്സ്. കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഈ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടാം. അപ്പോൾ വീണ്ടും എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.